ഹലോ നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആരാധനാലയങ്ങൾക്ക് സമീപം ഗൃഹം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ആരാധനാലയങ്ങൾക്ക് സമീപം ഗൃഹം നിർമ്മിക്കുമ്പോൾ ഒരു വാസ്തുവിദ്യാ വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ നടത്തുന്നതാവും ഉത്തമം. ദേവതാഭാവങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: സൗമ്യമൂർത്തിയെന്നും ഉഗ്രമൂർത്തിയെന്നും. മഹാവിഷ്ണു, സരസ്വതി, ശ്രീകൃഷ്ണൻ തുടങ്ങിയ മൂർത്തികളെ സൗമ്യമൂർത്തികളായും ഭദ്രകാളി, പരമശിവൻ, നരസിംഹം തുടങ്ങിയ മൂർത്തികളെ ഉഗ്രമൂർത്തിയായും ആണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ള ദേവതാഭാവങ്ങളെ അവരുടെ ധ്യാന ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. സൗമ്യമൂർത്തികളായ ദൈവങ്ങൾ ആണെങ്കിൽ അവരുടെ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തും മുൻഭാഗത്തും ഉള്ള സ്ഥലങ്ങൾ ഗൃഹനിർമ്മാണത്തിന് ഉത്തമം ആണ്. ഉദാഹരണം, കിഴക്കോട്ട് ദർശനമായ വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്ക് ഭാഗം വലത്തും മുൻഭാഗവും ആയതിനാൽ ഏറ്റവും ഉത്തമം ആണ്. തെക്കു പടിഞ്ഞാറ് ഭാഗം വലത്താണ്, എന്നാൽ പിന്നിൽ ആയതുകൊണ്ട് മധ്യമം ആണ്. വടക്കു കിഴക്ക് ഭാഗം മുന്നിലും എന്നാൽ ഇടത്തുഭാഗവും ആയതിനാൽ മധ്യമം ആണ്. വടക്കു പടിഞ്ഞാറ് ഭാഗം ആകട്ടെ ഇടതുഭാഗവും പിൻഭാഗവും ആയതിനാൽ ഒട്ടും ഗുണപ്രദം അല്ല എന്നും പറയും. ഉഗ്രമൂർത്തികളായ ദൈവങ്ങളുടെ ഇടതുഭാഗവും പിൻഭാഗവും ഉള്ള പുരയിടം ആണ് ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും ഉത്തമം. ഉദാഹരണം, കിഴക്കോട്ട് ദർശനം ആയ ശിവക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇടത്തും പിന്നിലും ആയതിനാൽ ഏറ്റവും ഉത്തമമാണ്. വടക്ക് കിഴക്ക് ഭാഗം ഇടത്താണെങ്കിലും മുന്നിൽ ആയതുകൊണ്ട് മധ്യമം ആയി. തെക്കു പടിഞ്ഞാറ് ഭാഗം പിന്നിൽ ആണെങ്കിലും വലത്തായതുകൊണ്ട് മധ്യമം. തെക്കുകിഴക്ക് ഭാഗം വലത്തും മുന്നിലായതുകൊണ്ടും അധമമാണ്. ക്ഷേത്രങ്ങൾക്ക് സമീപം വീട് വയ്ക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരത്തേക്കാൾ ഉയരം വീടിന് ഉണ്ടാകുവാൻ പാടില്ല. ക്ഷേത്രത്തിന്റെ ഉയരം എന്നത് പ്രധാന ശ്രീകോവിലിന്റെ മോന്തായം വരെയുള്ള ഉയരത്തെയാണ് കണക്കാക്കുന്നത്. ക്ഷേത്രവിസ്താരത്തിന്റെ 21 അടി ഇരട്ടി ദൂരം കഴിഞ്ഞു മാത്രമേ ക്ഷേത്രത്തെക്കാൾ ഉയരത്തിൽ ഗൃഹം നിർമ്മിക്കുവാൻ പാടുള്ളൂ. അതായത് ഇരുനില ഗൃഹങ്ങൾ പോലെയുള്ളവ നിർമ്മിക്കുമ്പോൾ ക്ഷേത്രവിസ്താരത്തിന്റെ 21 അടി ഇരട്ടി ദൂരം കഴിഞ്ഞു മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.